നമ്മൾ ഇമോഷണലി കണക്റ്റായ ഒരുപാട് നല്ല ഫ്രണ്ട്സ് ലൈഫിൽ പല സ്റ്റേജുകളിലും നമുക്ക് മിസ്സായി പോയിട്ടുണ്ടാവും. ഇതിൻ്റെ റീസണ് ചിലപ്പോൾ ഇന്നും പല ആളുകൾക്കും മനസ്സിലായിട്ടുണ്ടാവില്ല, എന്തുകൊണ്ട് നമുക്ക് ആ ഒരു സുഹൃത്തിനെ നഷ്ടമായി. ഈ ചോദ്യം സ്വയം ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. കാരണം തമ്മിൽ തെറ്റിയിട്ടുണ്ടാവില്ല, അടിച്ച് പിരിഞ്ഞിട്ടുണ്ടാവില്ല, ഒരു തെറ്റ് അങ്ങോട്ടോ ഒരു തെറ്റ് ഇങ്ങോട്ടോ ചെയ്തിട്ടുണ്ടാവില്ല. പിന്നെ എങ്ങനെ അത്രയും നല്ലൊരു സൗഹൃദം നഷ്ടമായി എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ ഫ്രണ്ട്ഷിപ്പ് നഷ്ടപ്പെടുന്നതിന് ഒരു റീസൺ മാത്രമല്ല ഉള്ളത്. അടിച്ചു പിരിയുക എന്ന് പറയുന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രമല്ല നല്ല നല്ല സൗഹൃദങ്ങൾ പോകുന്നത്. പല ആളുകളും വിചാരിക്കും ഒരിക്കലും നല്ല സൗഹൃദം നഷ്ടപ്പെടില്ല, മുറിഞ്ഞു പോകില്ല എന്ന്. അങ്ങനെ ഒന്നുമല്ല. നല്ല നല്ല ഒരുപാട് സൗഹൃദങ്ങൾ മുറിഞ്ഞു പോയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ മുറിഞ്ഞു പോകുന്നു എന്നൊരു ടേമിനേക്കാൾ കൂടുതൽ അകന്നു പോയതാണ് അവർ. ആ ബന്ധം അവിടെ മുറിഞ്ഞിട്ടുണ്ടാവില്ല, അവർ രണ്ടുപേരും അകന്നു പോയിട്ടുണ്ടാവും. പക്ഷെ അതിൻ്റെ കാരണങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കാതെ സംഭവിക്കുന്ന കാരണങ്ങളാണ്. സത്യം പറഞ്ഞാൽ അതിന് വരിക. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ആരും ഇതുകൊണ്ടായിരുന്നോ എന്ന് പോലും ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഒന്നാമത്തെ എന്ന് പറയുന്നത്, ലൈഫിൽ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ എല്ലാവരും സഞ്ചരിക്കുന്ന വഴികൾ മാറി തുടങ്ങും. ഇപ്പം നിങ്ങളുടെ ലൈഫിൽ ഒരു ഫ്രണ്ട്, മേ ബി ഞാൻ ഈ പറഞ്ഞ ഈ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന അറ്റ്ലീസ്റ്റ് ആ ഒരാൾ ചിലപ്പോൾ നിങ്ങളെ കൂടെ സ്കൂൾ ടൈമിലുള്ള ഒരു ഫ്രണ്ടാണെന്ന് വിചാരിക്കാം. സ്കൂൾ സമയത്ത് നിങ്ങൾ കംപ്ലീറ്റ് ഒരുമിച്ചായിരുന്നു, ഒരുമിച്ച് പോവുക, ഒരുമിച്ച് വരിക, മേ ബി ഒരേ ക്ലാസ്സിലായിരിക്കാം, ഒരേ ബെഞ്ചിലായിരിക്കാം. അത്രയും നല്ല ക്ലോസ് ആയ ഒരു ഫ്രണ്ട്, ആ ആളിപ്പോൾ നിങ്ങളുടെ കൂടെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ലൈഫിൽ എവിടെയോ ഉണ്ട്, പക്ഷെ നിങ്ങളുമായിട്ട് കണക്റ്റഡ് അല്ല. പക്ഷെ അന്ന് ഒരുപാട് കണക്റ്റായ ഒരാൾ ഇന്ന് എവിടെ, എന്ത് സംഭവിച്ചു ആ ഒരു സൗഹൃദത്തിന് എന്നൊരു ചോദ്യത്തിന് ഉത്തരം എന്ന് പറയുന്നത്, അന്ന് നിങ്ങൾ രണ്ടുപേരും ഒരേ വഴിയിലൂടെയാണ് പോയത്, ഒരുമിച്ച് പഠിക്കുക, ആ ഒരേ ട്രാക്കിലൂടെയാണ് പോയത്. ഇപ്പം നിങ്ങൾ രണ്ടുപേരും പോകുന്നത് രണ്ട് വഴികളിലൂടെയാണ്, സഞ്ചരിക്കുന്നത് രണ്ട് ട്രാക്കിലൂടെയാണ്. സ്വാഭാവികമായിട്ടും അവിടെ ചെറിയൊരു ഡിസ്റ്റൻസ് വരും. ആ ചെറുതിൽ നിന്ന് തുടങ്ങി അത് വലുതായി തുടങ്ങും. അങ്ങനെയാണ് ആ ബന്ധം അകന്നു പോവുക. ഇതൊരു റീസണാണ്. രണ്ടാമത്തെന്ന് പറയുന്നത്, ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ പ്രയോറിറ്റികൾ മാറാൻ തുടങ്ങും. ഇതൊരിക്കലും ഒരു കുറ്റമല്ല, ഒരാളുടെയും കുറ്റമല്ല. അത്രയും നല്ലൊരു ബ്യൂട്ടിഫുൾ ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുപോകുന്ന ഒരാളാണെങ്കിൽ പോലും ലൈഫിൽ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രയോറിറ്റീസ് മാറിപ്പോകും. കാരണം പ്രായം കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഉത്തരവാദിത്തങ്ങൾ കൂടും. ഉത്തരവാദിത്തങ്ങൾ കൂടുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട പ്രയോറിറ്റിയിലെ കാര്യങ്ങൾക്ക് മാറ്റങ്ങൾ വരും. പണ്ട് നമ്മൾ വെറുതെ കറങ്ങി നടക്കാനൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പോയിന്റ് എത്തുമ്പോൾ അങ്ങനെ വെറുതെ കറങ്ങി നടക്കാൻ നമുക്ക് തോന്നില്ല. നമ്മളെ പ്രയോറിറ്റി ജോലികളിലേക്കും ബിസിനസ്സുകളിലേക്കും ഫാമിലിയിലേക്കും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ പ്രയോറിറ്റീസ് മാറാൻ തുടങ്ങും. ആ ഒരു സമയത്തും പല സൗഹൃദങ്ങളിലും അകൽച്ച വരാൻ തുടങ്ങും. ഇതൊന്നും ഞാൻ പറഞ്ഞില്ല മനഃപൂർവ്വം ചെയ്യുന്നതല്ല, ഇതൊക്കെ ലൈഫിൽ സംഭവിക്കുന്ന റിയാലിറ്റികളാണ്. മനസ്സിലായില്ല? അതായത് പോലെ ഒരു ഫ്രണ്ട് നിങ്ങൾക്ക് മിസ്സായി പോയത് ഒരിക്കലും തെറ്റുകൊണ്ട് മാത്രമല്ല എന്നൊരു കാര്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, പ്രയോറിറ്റി മാറാൻ തുടങ്ങും. ആൻഡ് മൂന്നാമത്, ഒരു കാലത്ത് നമുക്ക് സമയം എങ്ങനെ വേണമെങ്കിലും പോയിക്കോട്ടെ, സമയത്തിന് യാതൊരു ഇമ്പോർട്ടൻസും കൊടുക്കാതിരുന്നൊരു സമയം ഉണ്ടാവും. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഫുൾ അടിച്ചു പൊളിച്ച് പുറത്ത് പോയി നടക്കുക, തോന്നിയ സമയത്ത് വീട്ടിൽ കയറുക, ഫുൾ കറങ്ങി നടക്കുക, ഒരാൾ വിളിക്കുമ്പോഴത്തേനും ഇറങ്ങാൻ റെഡി, പുറത്ത് പോകാൻ റെഡി, ഒക്കെ ചെയ്ത ഒരു സമയമുണ്ടായിരുന്നു. പക്ഷേ കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ വെറുതെ കളയാൻ നിങ്ങൾക്ക് സമയം ഉണ്ടാവില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ നിങ്ങളുടെ പ്രയോറിറ്റി മാറുന്നതിനനുസരിച്ച് സമയത്തിൻ്റെ വാല്യൂ മാറി തുടങ്ങും. നിങ്ങൾ സമയത്തിന് കൊടുക്കുന്ന ആ ഒരു വില മാറി തുടങ്ങും. ഇമ്പോർട്ടൻ്റ് ആവും ഓരോ സമയം. ഒരു മണിക്കൂർ പോലും ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം വെറുതെ കളയാൻ ഉണ്ടായിന്ന് വരില്ല. ആ ഒരു ലെവലിലേക്ക് വരെ ലൈഫ് ഇങ്ങനെ മാറി വരും. കാരണം ഉത്തരവാദിത്തങ്ങൾ കൂടും. ഞാൻ പറയാം, അന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ഉത്തരവാദിത്തങ്ങൾ ഇല്ലാത്തത് കൊണ്ടാകണം നിങ്ങൾക്ക് ഒരുപാട് സമയം ഉണ്ടായിരുന്നു പല കാര്യങ്ങൾക്കും. ഇപ്പം നിങ്ങളുടെ ഫ്രണ്ട് വിളിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോകാൻ സമയം ഉണ്ടായിരുന്നു, എത്ര നേരം വേണമെങ്കിലും ഒരുമിച്ചിരിക്കാൻ സമയം ഉണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പം അതുപോലെ പറ്റണം എന്നില്ല. കാരണം സമയം മാറുകയാണ്. പല കാര്യങ്ങൾക്കും ഇപ്പം നിങ്ങൾ സമയം മാറ്റി വെച്ചേ പറ്റൂ. ആ ഒരു സമയത്ത് അന്ന് പോയതുപോലെ പോകാൻ നിങ്ങൾക്കിപ്പോൾ സമയം ബാക്കി വന്നെന്ന് വരില്ല. സമയം കണ്ടെത്തി നമ്മൾ ചെയ്യും, ഓഫ് കോഴ്സ്. പക്ഷേ ഇതൊക്കെ റിയാലിറ്റിയിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. സമയമില്ലായിട്ടാണ് എല്ലാത്തിലും നമ്മൾ എന്താ പറയുക, പ്രയോറിറ്റി ആണെങ്കിൽ സമയം ഉണ്ടായി എന്ന് വരും, അങ്ങനെയൊക്കെ പറയാൻ പറ്റില്ല. ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ ഒരു സമയത്തുമ്പോൾ റെസ്പോൺസിബിലിറ്റി കൂടുമ്പോൾ നമ്മൾ സമയത്തിന് കൂടുതൽ വാല്യൂ കൊടുക്കാൻ നോക്കുമ്പോൾ പലതിനും നമുക്ക്
സമയം അങ്ങനെ ഓക്കെ വെറുതെ പോകാം, അതിന് സമയം ഇല്ലാന്നുള്ളൊരു തോട്ടിലേക്ക് നമ്മൾ എത്തിപ്പോകും. ലൈഫ് നമ്മളെ കൊണ്ടുപോയി അങ്ങോട്ട് എത്തിക്കും. അതൊക്കെ എന്ന് പറയുന്നത് നമ്മൾ സത്യം പറഞ്ഞാൽ ഒരു അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു തെറ്റോ കുറ്റോ ഒന്നല്ല. അതൊക്കെ അങ്ങ് സംഭവിച്ചു പോവുകയാണ്. ആ ഒരു സമയത്ത് എത്തുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയുക വെറുതെ കളയാൻ സമയമില്ല. പിന്നെ കുറേ അങ്ങോട്ട് കഴിയുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയുക സമാധാനമാണ് മെയിൻ. എല്ലാത്തിൻ്റെ അടിസ്ഥാനപരമായ ഒരു കാര്യം എന്ന് പറയുന്നത് എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും സമാധാനം വേണം. സമാധാനത്തിൻ്റെ ആ ഒരു ഇതിലേക്ക് മാത്രം പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും ഒറ്റയ്ക്ക് ഇരിക്കാനും അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോകാനൊക്കെ ഒരു പ്രത്യേക സമാധാനം തന്നെയാണ് എന്ന തിരിച്ചറിവ് വരും. ആ ഒരു സമയത്തും പല നല്ല അതായത് നമ്മളൊരു സമയത്ത് കംപ്ലീറ്റ് പോയത് ചിലപ്പോൾ അവരുടെ കൂടെ ആവും. പക്ഷെ ഒരു പോയിന്റിൽ എത്തുമ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് പോകാനും ഒറ്റയ്ക്ക് പോകുമ്പോഴുള്ള ഒരു സമാധാനത്തോടൊക്കെ ഒരു ഇഷ്ടം തോന്നി തുടങ്ങും. ആ ഒരു സമയത്ത് പതുക്കെ ആ ഒരു സുഹൃത്തിനോട് ഒരു ദേഷ്യമോ വാശിയോ ഒന്നുമില്ലാതെ തന്നെ ആ സൗഹൃദത്തിൽ നിന്ന് പതിയെ ഇങ്ങ് പോരാൻ തുടങ്ങും. അപ്പം ഇതുപോലുള്ള പല കാരണങ്ങളും ഉണ്ട് നല്ല സൗഹൃദങ്ങളൊക്കെ അകന്നു പോയതിന്. അല്ലാണ്ട് അടിച്ചു പിരിഞ്ഞത് കൊണ്ടോ ഒരു ഈഗോ കാരണോ അല്ലെങ്കിൽ അങ്ങോട്ടൊരു തെറ്റ് ചെയ്ത് ഇങ്ങോട്ടൊരു തെറ്റ് ചെയ്ത് ഇത്തരം കാര്യങ്ങൾ കൊണ്ട് മാത്രമൊന്നല്ല സൗഹൃദങ്ങൾ പോകുന്നത്. ഇതുപോലെ ലൈഫിലെ പല സിറ്റുവേഷൻസും നല്ല സൗഹൃദങ്ങൾ അകന്നു പോകാൻ കാരണമാണ്. ഞാൻ പറഞ്ഞു വന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നല്ല സൗഹൃദം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ലെങ്കിൽ അതൊരു പ്രശ്നം കൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്നൊരു തെറ്റ് കൊണ്ടാണ്. അങ്ങനെയൊന്നും ചിന്തിച്ച് നിങ്ങളുടെ സ്ട്രെസ്സ് കൂട്ടാനോ അല്ലെങ്കിൽ അതിപ്പോഴും ഒരു സങ്കടമായിട്ട് മനസ്സിൽ കൊണ്ട് നടക്കുക വേണ്ട. ചിലപ്പം അത് ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് അകന്നു പോയതാകാം, പല വഴികളിലൂടെ സഞ്ചരിച്ച് തുടങ്ങിയപ്പോൾ അകന്നു പോയതാകാം, മാറ്റിവെക്കാൻ സമയമില്ലാത്തത് കൊണ്ട് അകന്നു പോയതാകാം. അല്ലാതെ അത് ആരുടെയും ഒരു തെറ്റോ കുറ്റോ ഒന്നല്ല. ഓക്കെ.